സ്പെയിനിലെ മഹാനായ ചിത്രകാരനായ പാബ്ലോ പിക്കാസോനെ നമുക്ക് എല്ലാവർക്കും അറിയാം. പാബ്ലോ പിക്കാസോ ഒരു ദിവസം റോഡിലൂടെ നടന്നു പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഫാനായിട്ടുള്ള ഒരു ലേഡി വന്നിട്ട് അവരുടെ ഒരു ചിത്രം വരച്ചു തരാൻ പാബ്ലോ പിക്കാസോനെ നിർബന്ധിച്ചു. പറ്റില്ല എന്ന് പറഞ്ഞു എന്നുണ്ടെങ്കിലും ഇവരുടെ നിർബന്ധം കാരണം തൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു കടലാസ് എടുത്ത പേന കൊണ്ട് അവർക്കൊരു പിക്കാസോയ്ക്ക് ഒരു ചിത്രം വരച്ചു കൊടുക്കേണ്ടി വന്നു. എന്നിട്ട് അത് കൊടുക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇത് $1 million പെയിൻറ്റിംഗ് ആണ് എന്നുള്ളതാണ്. പുഞ്ചിരിച്ചുകൊണ്ട് സ്ത്രീയും പോയി, പിക്കാസോയും പോയി. ഈ സ്ത്രീ വീട്ടിലെത്തിയപ്പോൾ അവർക്ക് തോന്നി ഇതിൻ്റെ ശരിക്കും മൂല്യം അറിയണം എന്നുള്ളത്. അവർ ഈ ചെറിയ ചിത്രവും കൊണ്ട് മാർക്കറ്റിൽ പോയിട്ട് അതിൻ്റെ വില ചോദിച്ചപ്പോഴാണ് അത് $1 million പെയിൻറ്റിങ് തന്നെയാണെന്ന് മനസ്സിലായത്. അവർ പിക്കാസോയുടെ അഡ്രസ്സ് കണ്ടുപിടിച്ച് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് എനിക്കും ഇതുപോലെ തന്നെ 10 നിമിഷം കൊണ്ട് എനിക്ക് $1 million പെയിൻറ്റിങ് വരയ്ക്കാൻ പഠിപ്പിച്ചു തരാനാണ് അവർ പറഞ്ഞത്. അപ്പോൾ പിക്കാസോ പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് 10 നിമിഷം കൊണ്ട് എനിക്ക് ഈ $1 million പെയിൻറ്റിങ് വരയ്ക്കാൻ സാധിച്ചു എന്നുണ്ടെങ്കിലും ഇതിൻ്റെ പുറകിൽ എൻ്റെ 30 കൊല്ലത്തെ പ്രയത്നമുണ്ട്. ആ കലയെ അറിയാനും അത് മനസ്സിലാക്കാനും അത് ക്യാൻവാസിലേക്ക് പകർത്താനും എനിക്ക് 30 കൊല്ലം വേണ്ടി വന്നു. ആ 30 കൊല്ലത്തെ പ്രയത്നം ഒരിക്കലും എനിക്ക് 10 നിമിഷം കൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റില്ല, നിങ്ങൾക്കത് പഠിച്ചെടുക്കാനും പറ്റില്ല എന്ന് പറഞ്ഞു. ഇതുപോലെയാണ് നമ്മളും പലരുടെ നേട്ടങ്ങളും വളരെ ചെറുതായിട്ടുള്ള നേട്ടങ്ങൾ കാണുമ്പോൾ പോലും നമ്മൾ പറയും ഇത് എത്ര സിമ്പിളാണ്, ഇത് എനിക്കും പറ്റും, അല്ലെങ്കിൽ ഇത് ഇത്ര വലിയ കാര്യമാണോ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അവരോട് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ എല്ലാ നേട്ടങ്ങളും അതിൻ്റെ പുറകെ ഒരുപാട് കഠിനാധ്വാനമുണ്ട്, ഒരുപാട് പ്രയത്നമുണ്ട്, ഒരുപാട് ഹാർഡ്ഷിപ്സ് ഉണ്ട്, അതിൻ്റെ പുറകെ പല ത്യാഗങ്ങളുണ്ട്, സംഘർഷങ്ങളുണ്ട്. ഇതൊന്നും നമ്മൾ മനസ്സിലാക്കുന്നില്ല, വളരെ നിസ്സാരവൽക്കരിച്ചാണ് ഇതിനെ കാണുന്നത്. ഇങ്ങനെയൊരു നേട്ടത്തിലേക്കുള്ള വഴി ഒരിക്കലും ഷോർട്ട് കട്ടല്ല, അതിന് കഠിനമായിട്ട് പ്രയത്നിക്കുക തന്നെ വേണം. ഹാപ്പി മോർണിംഗ്.